നമസ്കാരം. ഭക്ഷണം കഴിക്കുന്നതിനിടെ 1.5 വയസ്സുകാരൻ ഛർദ്ദിച്ചു മരിച്ച സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. നെടുമങ്ങാട് സ്വദേശിനി അഖിലയുടെ മകൻ ആർഷിദാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. കുഞ്ഞിന്റെ മാതാവ് നൃത്ത പരിപാടിക്കായി തമിഴ്നാട്ടിൽ പോയിരുന്ന സമയത്തായിരുന്നു ദാരുണമായ സംഭവം. വീട്ടിൽ രണ്ടാനച്ഛൻ ചോറ് നൽകുന്നതിനിടെ കുഞ്ഞ് ശക്തമായി ഛർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. തുടർന്ന് ഉടൻ തന്നെ തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത നെടുമങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണം വ്യക്തമാകുവാൻ കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമേ മരണത്തിലെ യഥാർത്ഥ കാരണം വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എങ്കിലും കുഞ്ഞിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റ് അസ്വാഭാവികതകളോ ഉണ്ടോ എന്ന കാര്യമാണ് മെഡിക്കൽ സംഘം പരിശോധിക്കുക. കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള ശാസ്ത്രീയ ലബോറട്ടറി പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വന്നാലേ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടോ അതോ ശ്വാസനാളിയിൽ ഭക്ഷണം കുടുങ്ങിയതാണോ മരണകാരണമെന്നതിൽ വ്യക്തത വരികയുള്ളൂ. അമ്മ അഖിലയുടെയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച രണ്ടാനച്ഛന്റെ വിശദമായ മൊഴി വരും മണിക്കൂറുകളിൽ പോലീസ് രേഖപ്പെടുത്തും. പ്രാദേശികമായി അയൽവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പരിപാടിക്ക് പോയ അമ്മ അഖില വിവരമറിഞ്ഞ് തിരികെ എത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്നും പോലീസ് പ്രാഥമിക വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുഞ്ഞിന് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതോ പെട്ടെന്നുള്ള അസ്വസ്ഥതയാണോ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നതിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഡോക്ടർമാരുടെ ഔദ്യോഗിക വിശദീകരണം പോലീസ് തേടിയിട്ടുണ്ട്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രമായിരിക്കും പോലീസ് അടുത്ത നടപടികളിലേക്ക് കടക്കുക.